മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി.വി. സുനീഷ് ഹരിതസഭയിൽ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് ഗാന്ധി ജയന്തി ദിനം മുതൽ മാർച്ച് 30 വരെയുള്ള ദൈർഘ്യമേറിയ ഒരു 6 മാസത്തോളം കാലം വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് സർക്കാരിന്റെ ഉത്തരവിന്റെയും നിർദ്ദേശത്തിന്റെയും ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെയാണ് നമ്മൾ ശുചിത്വത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികളാണ് എന്ന തിരിച്ചറിവ് കൃത്യമായി ഉള്ളതുകൊണ്ട് തന്നെ നവംബർ മാസം 14-ാം തീയതി നമുക്കറിയാവുന്ന ശിശുദിനമാണ്. ആ ശിശുദിനത്തിൽ കേരളത്തിലെ 1200 വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കുട്ടികളുടെ ഗ്രാമസഭ ഹരിതസഭകൾ ചേർന്നുകൊണ്ട് ഈ ശുചിത്വത്തിന്റെ സന്ദേശം എല്ലാവരിലും എത്തിക്കാനും ഈ പ്രവർത്തനത്തിന് വേഗത കൂട്ടുന്നതിന് വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് സർക്കാരിന്റെ ഉത്തരവനുസരിച്ച് ഇതുപോലെ എല്ലാ സ്ഥലത്തും ഹരിതസഭകൾ ചേർന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ ഹരിതസഭകൾ ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 21 സ്കൂളുകളിലെ വിദ്യാർത്ഥി പ്രതിനിധികൾ അവരവരുടെ സ്കൂളുകളിലെ ശുചിത്വ സംവിധാനങ്ങളിലെ പോരായ്മകളും മേന്മകളും റിപ്പോർട്ടായി ഹരിതസഭയിൽ അവതരിപ്പിച്ചു. എല്ലാവർക്കും ശിശുദിന ആശംസകൾ. ഹരിതസഭ അഞ്ചരക്കണ്ടി പഞ്ചായത്തിലെ 1-ാം വാർഡിലെ പൊതുവിദ്യാലയമായ മുഴപ്പാല LP സ്കൂളിലും ഹരിത വിദ്യാലയ പ്രവർത്തനങ്ങൾ സജീവമായി നടത്തി വരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി തദ്ദേശ സ്ഥാപന പരിധിയിലെ എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികൾക്കും അവസരമുണ്ട്. ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ മാതൃകകളായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാറ്റുക എന്നതാണ് ഈ ക്യാമ്പയിനിന്റെ ലക്ഷ്യം. മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നതാണ് ഈ ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. മാലിന്യമുക്ത നവകേരളത്തിന്റെ പുതിയ ആശയങ്ങൾ സംഭാവന ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുന്ന ഒരു വേദി കൂടിയാണിത്. ആദ്യമായി ഈ പരിപാടിയുടെ ലക്ഷ്യത്തെ പറ്റിയും പ്രാധാന്യത്തെ പറ്റിയും ആദർശ് നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. ഓരോ ക്ലാസ്സിൽ നിന്നും 2 കുട്ടികളെ വീതം ശുചിത്വ ലീഡർമാരായി ചുമതലപ്പെടുത്തി ജൂൺ മാസം മുതൽ തന്നെ സ്കൂൾ ശുചീകരണ പ്രവർത്തനങ്ങൾ ടീച്ചർമാരും കുട്ടികളും ചേർന്ന് നടപ്പിലാക്കി വന്നു.